കന്നിനെ കയം കാണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ PC ആശാനെ പത്തനംതിട്ട കാണിക്കുന്നില്ല. അവിടെയെങ്ങും വലുതായി പ്രചരണത്തിന് വേദികളും മൈക്കും ആശാന് നൽകുന്നുമില്ല. ആശാൻ സ്വന്തമായ ജനപക്ഷമായിരുന്നപ്പോൾ ഇഷ്ടത്തിന് പത്രസമ്മേളനവും ഇഷ്ടത്തിന് ആരോപണങ്ങളും ഇഷ്ടത്തിന് പ്രത്യാരോപണങ്ങളും ഒക്കെ അടിച്ച് കസറി മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പത്തനംതിട്ടയുടെ മോഹത്താൽ PC ആശാൻ പോയി വീണുപോയത്. ഇപ്പോൾ PC ആശാന് കളമില്ലാത്ത സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. കാരണം മൈക്ക് കൊടുത്താൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഒരു വശവുമില്ല. പ്രതീക്ഷിച്ച പത്തനംതിട്ടയും പോയി, തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് സ്ഥാനാർത്ഥിയുമായി. പിന്നെ ഈ പ്രധാനമന്ത്രി വന്ന ചടങ്ങിൽ പോലും ഷോൺ ജോർജാണ് സംസാരിച്ചത്. ആശാന് അവസരം കൊടുത്തില്ല. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വെട്ടുപറ്റുക എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട്. വെട്ടിൽ വീണു പോകുന്നവരുണ്ട്, മോഹിച്ചങ്ങോട്ട് ചാടി അബദ്ധത്തിലാകുന്നവരുണ്ട്, തിരിച്ചു കയറാനാകാതെ കുഴഞ്ഞു പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള പല ആളുകളുമുണ്ട്. ഈ ഭരണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സുഖം കിട്ടാൻ വേണ്ടി ചാടി ചാടി പോകും തോറും ആ പോകുന്ന സ്ഥലങ്ങളിൽ ഉദ്ദേശിക്കുന്ന പിടുത്തം ചിലപ്പോൾ കിട്ടാതെ വരും. നമ്മൾ ഹൃദയത്തിൽ ഒരു വിശ്വാസത്തെ ഉറപ്പിച്ചതാണെങ്കിൽ ആ ഹൃദയത്തിനുള്ളിൽ നിന്ന് അത് പറിച്ചു കളയാനാവില്ല. ഇവരൊക്കെ തന്നെയും പണ്ട് ഈ ചേര പടം പൊഴിച്ചു പോകുന്നത് പോലെ ഒരു തോലിളക്കി കളഞ്ഞിട്ട് അകത്തുള്ള ഒരു തോലുമായി അടുത്ത പാർട്ടിയിലേക്ക് പോകുന്നുവെന്നേ ഉള്ളൂ ആ വ്യത്യാസം. യഥാർത്ഥത്തിൽ ആ പുറത്ത് കാണുന്ന തോല് ഒരു കപട തൊലിയാണ്, അല്ലെങ്കിൽ ഒരു ത്വക്കാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ പോയാണ് ആശാൻ ജനപക്ഷം BJPയിൽ ആഞ്ഞ് ലയിപ്പിച്ചെന്ന് മാത്രമല്ല, ആശാൻ പത്തനംതിട്ടയോട് അതിയായ മോഹവും പ്രകടിപ്പിച്ചു. ആശാൻ അറിയാം, ജയിച്ചില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കും, ഒരു സ്ഥാനാർത്ഥി ആയാലെന്ന് നന്നായിട്ടറിയാം. പ്രത്യേകിച്ച് കേന്ദ്രം BJP ഭരിക്കുന്ന വലിയ സമ്പൽ സമൃദ്ധമായ അവസ്ഥയിലുള്ളപ്പോൾ ആ കാശിങ്ങോട്ട് വരും. പിന്നെ ആശാൻ അല്ലാതെ തന്നെ പിരിക്കാം. പിന്നെ ഒരുപാട് ഗുണങ്ങളും മെച്ചവുമൊക്കെ അതിനുണ്ടെന്നുള്ളത് അറിയാം. ജയിക്കത്തില്ലെന്ന് ആശാന് നന്നായിട്ടറിയാം. പൂഞ്ഞാറിൽ പോലും ക്ലച്ച് പിടിക്കാത്ത ആൾ പത്തനംതിട്ട മൊത്തത്തിൽ ക്ലച്ച് പിടിക്കുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പിന്നെ ആശാനൊരു പ്രധാനിയായി ചാനലിലും വാർത്തയിലുമൊക്കെ നിറഞ്ഞു നിന്ന് എല്ലാവരെയും ഒക്കെ സ്വതസിദ്ധമായ ശൈലിയിൽ നമ്മുടെ മണിയാശാൻ സ്കൂൾ ഓഫ് തോട്ടിലെ പോലെയുള്ള പ്രഭാഷണങ്ങളൊക്കെ നടത്തി അങ്ങ് നിൽക്കാമെന്നാണ് ആഗ്രഹിച്ചത്. അപ്പോഴാണ് ആ സീറ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് അനിൽ ആൻ്റണി ഏട്ടൻ പോയത്. അനിൽ ആൻ്റണി മോൻ കൊണ്ടുപോയതിന് പിന്നിൽ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയും സംഘവുമാണെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ചിരുന്നു. തുഷാർ അതിന് മറുപടിയും പറഞ്ഞു. സാധാരണ ആശാൻ സ്വതന്ത്രനായിരുന്നെങ്കിൽ തിരിച്ച് 10 എണ്ണവുമായി രംഗത്തിറങ്ങേണ്ടതാണ്. പക്ഷേ ആശാനിപ്പോൾ അച്ചടക്കമുള്ള ഒരു ദേശീയ പാർട്ടിയുടെ പ്രവർത്തകനായി നിൽക്കുകയാണ്. അതുകൊണ്ട് സഹിച്ച് ആശാനൊരു പരുവമായി. വലുതായി പ്രചരണത്തിന് പത്തനംതിട്ടയിൽ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. പിന്നെ ഉള്ള വേദികളിലൊക്കെ ഷോൺ ജോർജാണ് സംസാരിക്കുന്നത്. ആശാനോട് പത്രക്കാരി ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ചെറുപ്പക്കാർ സംസാരിക്കട്ടെ എന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ സംസാരിച്ചത് 18 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം വരെ സംസാരിച്ചു. അതിന് പറ്റിയ കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് വളിപ്പത്തരമൊക്കെ പറയാനറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വളിപ്പത്തരമാണ് അവിടെ വിളമ്പിയത്. അവിടെയും ആശാന് സ്ഥാനം കിട്ടിയില്ല. ആശാൻ എത്ര നാൾ ക്ഷമിക്കും, അച്ചടക്കത്തിന് വിധേയമാവും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്.